ഓക്കെ, നമ്മൾ സെക്കൻഡ് വീഡിയോയിലേക്ക് പോവാണ്. ബ്ലോക്ക് 1-ൻ്റെ യൂണിറ്റ് 1 ഞാൻ നേരത്തെ ചെയ്തപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. അതുപോലെ ഇത് ചെയ്യുന്നില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. യൂണിറ്റ് 1 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് 1 സ്ഥിരം ചോദ്യം ചോദിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ബേസ്, ഇനി എഴുതാൻ പോകുന്ന ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിരുന്നാലും അതിൻ്റെ ഒരു ബേസ് യൂണിറ്റ് 1-ൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോയത്. നമുക്കിത് നോട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മിസ് ചെയ്യുന്നില്ല, പേടിക്കണ്ട. അപ്പോൾ യൂണിറ്റിൻ്റെ പേര് ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഓർമ്മ ഉണ്ടല്ലോ. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിങ്, കൺട്രോളിങ്. അതേ സാധനം തന്നെയാണ് എവിടെയൊക്കെ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പറയുന്ന പോലെ പല ടൈപ്പ് ഓഫ് മാനേജ്മെൻറ്റുകൾ നമ്മൾ പലയിടത്തായിട്ട് കേൾക്കും. എല്ലായിടത്തും അവരുടെ ഫങ്ഷൻസ് ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നതും എന്തുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ഫങ്ഷൻസും ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്തുണ്ട്, ഫിനാൻഷ്യൽ റിസോഴ്സുകൾ എന്തൊക്കെ വേണം, അല്ലെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ് എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, സ്റ്റാഫിങ് പരിപാടികളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ എവിടെയൊക്കെ മാനേജ്മെൻറ്റ് ഉണ്ടോ അവിടെ എല്ലാം എന്ത് തന്നെയാണ് ഈ പറഞ്ഞ ഫങ്ഷൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളതെന്ന്. ഫങ്ഷൻസ് ഓഫ് HR, ഈ ഒരു ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാർട്ടിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ഏതാണ്ട് ഈ ഒരു മേജർ ഏരിയ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഈ ചാർട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ തന്നെ നമ്മുടെ കാര്യം ഏതാണ്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാനേജറിയൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യുക, എന്തുമാത്രം വർക്കേഴ്സിന് നമുക്ക് നമ്മുടെ കമ്പനിയിൽ ആവശ്യമുണ്ട്, ഈ കിട്ടുന്ന വർക്കേഴ്സിന് എന്തൊക്കെ ജോലിയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ ജോലിയിലേക്കാണ് വാക്കൻ്റ് ആയിട്ട് ആൾക്കാർ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കൃത്യം പദ്ധതി ഇടുന്നൊരു പരിപാടിയാണ് പ്ലാനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇനി അതിനെന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. നമുക്ക് വേണ്ട ആൾക്കാരെല്ലാം അല്ലെങ്കിൽ റിസോഴ്സസ് എല്ലാം നമുക്കുണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കുന്നതുകൊണ്ട് ഓർഗനൈസേഷൻ നടക്കണം. അവരെ ഡയറക്റ്റ് ചെയ്യണം, നമ്മൾ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യണം. കൺട്രോളിങ് ചെയ്യണം. കൺട്രോളിങ് മീൻസ് അവരുടെ പെർഫോമൻസ് ആസ് എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ച പോലെയാണ് അവർ പെരുമാറുന്നതെന്ന് ഉറപ്പാക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കിടക്കുന്നുണ്ടല്ലേ, HRMൻ്റെ ഫംഗ്ഷൻ്റെ സെക്കൻഡ് പാർട്ട് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് ഒരുപാടിടത്ത് ഉത്തരവായിട്ട് എഴുതാം. എന്താണ് HRMൻ്റെ മേജർ ജോലിയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലിയെന്ന് ചോദിച്ചാൽ, HR മാനേജറിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാലോ, ഇതാണ് മൊത്തത്തിൽ കവർ ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ്. നോക്കിയടാ, ഏറ്റവും ആദ്യം ഒരു ജോബിന് അനാലിസിസ് ചെയ്യുക. ഒരു പ്രത്യേക തരം ജോലി ചെയ്യാൻ എന്തൊക്കെ കഴിവുള്ള ആൾക്കാർ വേണം, എന്തൊക്കെ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേണം എന്നുള്ളത് അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ ചെയ്യും. ആ ജോലിയിലേക്ക് ഇത്ര ആൾക്കാർ വേണം, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇതുണ്ടായിരുന്നാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിലേക്ക് നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നു. റിക്രൂട്ട് ചെയ്തതിൽ നിന്ന് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് എപ്പോഴും റിക്രൂട്ട്മെൻറ്റിന് ഒരു തെറ്റായ ഒരു യൂസേജ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ രണ്ടായിട്ട് മനസ്സിലാവാത്ത. റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക മീൻസ് നമ്മൾ ആൾക്കാരെ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യുക. നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന ഒഴിവുണ്ട്, അതിലേക്ക് ആൾക്കാരെ എത്തിക്കുക എന്നുള്ളൊരു പരിപാടി റിക്രൂട്ട്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, ആ ഒഴിവിലേക്ക് ആൾക്കാരെ കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കുക എന്നതേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ജോലിയുള്ളൂ. അതിൽ നിന്ന് വേണ്ട ആൾക്കാരെ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് സെലക്ടിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റിനെ ഒരു പോസിറ്റീവ് പ്രോസസ്സ് എന്നും സെലക്ഷനെ ഒരു നെഗറ്റീവ് പ്രോസസ്സ് എന്നും പറയുന്നത്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുക മീൻസ് അയാൾക്ക് ഓഫർ കൊടുക്കുക, ഇന്ന ഓഫർ കൊടുക്കുക, അതിൽ നിന്ന് അയാൾ അക്സെപ്റ്റൻസ് എടുക്കുക, അയാൾ ആ ജോലിയിൽ ഓക്കെ ആണെന്ന് ഉറപ്പാക്കുക. പിന്നെ ഇൻഡക്ഷനും ഓറിയൻറ്റേഷനും കൊടുത്ത് ആ ജോലിയിൽ അയാളെ പ്ലേസ് ചെയ്യുക. ഇൻഡക്ഷൻ അറിയാമല്ലോ, എന്താണ് ഈ ജോലി കമ്പനി എന്താണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രഡക്ഷൻ കൊടുക്കുന്നു. ഓറിയൻറ്റേഷൻ മീൻസ് അയാളെ കൂടെ നിൽക്കുന്നു, ആ ഗെറ്റിംഗ് ലിങ്ക് ടു ദാറ്റ് വർക്കിലേക്ക് അയാൾ അങ്ങ് എത്തിച്ചേരും വരെ അയാൾ കൂടെ നിൽക്കുന്നു. അപ്പോൾ ഇതാണ് HRൻ്റെ ഒരു മേജർ പരിപാടി. ആ ഒരു സ്റ്റെപ്സ് ഇതാണ് കേട്ടോ. ഒരു ഹയറിങ്ങിൻ്റെ ഒരു സ്റ്റെപ്പ് ഇതാണ്. ആദ്യം ആ വാക്കൻസി അനാലിസിസ് ചെയ്യുന്നു, എന്തുമാത്രം ഹ്യൂമൻ റിസോഴ്സസ് അതിലേക്ക് വേണം, എന്ത് ടൈപ്പ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വേണം, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ടൈപ്പും ഇതെന്നൊക്കെ എത്ര വേണമെന്നൊക്കെ പറയുന്നത്, എത്ര ആൾക്കാർ വേണം, എന്ത് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ വേണം, അതാണ്. പിന്നെ അവരെ റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു, ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ. ബേസിക്കാണ് കേട്ടോ, ഇത് ബേസിക് സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ് എന്ന് അറിഞ്ഞേക്കാം. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഈ വന്ന ആൾക്കാരെ നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യും. പെർഫോമൻസ് അപ്രൈസൽ മീൻസ് അവർ ചെയ്യുന്ന ജോലി പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ നോക്കും. പിന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്തിനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്? അവരുടെ കഴിവ് വികസിപ്പിക്കാൻ അല്ലേ. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് കിട്ടാറുണ്ട്. ഇപ്പോൾ AI വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും AI ട്രെയിനിങ് പല കമ്പനികളും കൊടുക്കുന്നുണ്ട്. നമ്മൾ റിസർച്ച് ചെയ്യുന്നവർക്ക് പോലും ഹൗ ടു യൂസ് AI എത്തിക്കലി ഇൻ റിസർച്ച് എന്നും പറഞ്ഞിട്ട് ഒരുപാട് ട്രെയിനിങ് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്. അതുപോലെ ട്രെയിനിങ് കൊടുക്കും. പിന്നെ അവരുടെ മാനേജ്മെൻറ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കും. ഇൻറ്റേർണൽ മൊബിലിറ്റി മീൻസ് അവർക്ക് കമ്പനിയുടെ അകത്ത് തന്നെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉറപ്പാക്കും. ട്രാൻസ്ഫർ പ്രൊമോഷനെ കൊടുക്കും. എല്ലാം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ പെർഫോമൻസ് അപ്രൈസ് ചെയ്തിട്ട്
അവർക്ക് അതിനുള്ള അർഹത ഉണ്ടെങ്കിൽ ചിലർ ട്രാൻസ്ഫർ കിട്ടിയാലേ നന്നാവും എന്നുള്ളവരുണ്ട്, ചിലർ പ്രൊമോഷൻ കിട്ടിയാലേ നന്നാവും എന്നുള്ളവരുണ്ട്. ഈ ട്രാൻസ്ഫർ കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടനെ പറഞ്ഞാൽ അവൻ എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള സാധനമാണ്. അങ്ങനെ തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. എന്താണ്, ഒരു പക്ഷേ ഇന്ന കഴിവുള്ള ഒരാളെ വേറൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് കമ്പനിക്ക് തോന്നിയിട്ട് കമ്പനി എന്ത് ചെയ്യും, അവന് ട്രാൻസ്ഫർ കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഡിമോഷൻ മീൻസ് പ്രൊമോഷൻ്റെ ഓപ്പോസിറ്റാണ് റിട്ടൻഷൻ ആൻഡ് റിട്ടൻമെൻറ്റ് മാനേജ്മെൻറ്റ്. റിട്ടൻഷൻ എന്ന് പറയുന്നത് ജോലി വിട്ട് ഓടിപ്പോകാൻ സാധ്യതയുള്ള ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ ആരുടെ കീഴിൽ വരും? ഒരു HR മാനേജറിൻ്റെ കീഴിൽ വരും. പലരും MBA പഠിച്ച ഒരു HR മാനേജർ ആവാൻ ചിന്തിക്കുന്നവരുണ്ട്. അവരൊക്കെ ഓർക്ക് ഇത്രയും പണികൾ വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും HR എന്ന് വെച്ചാൽ വലിയ ജോലിയില്ല, ആൾക്കാർ ഹയർ ചെയ്യാമെന്നൊക്കെ അല്ലേ ഉള്ളൂ എന്ന്. കമ്പനി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കമ്പനി തുടങ്ങുന്നതിൻ്റെ അന്ന് ഏറ്റവും രാവിലെ വന്നിട്ട് ഏറ്റവും അവസാനം ഇറങ്ങി പോകുന്ന മനുഷ്യനാണ് HR. ആരെന്ത് തെറ്റ് ചെയ്താലും ടോപ്പ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യത്തില്ല, എംപ്ലോയീസിനെ വിളിക്കുന്നുമ്പോൾ HR വിളിച്ചിട്ട് തള്ളക്കൽ കൊടുത്തിട്ട് അവനെ വിളിക്കത്തുള്ളൂ. അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ പാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് HR അത്യാവശ്യം പണികളുണ്ട്, അത്യാവശ്യം തലവേദനയുണ്ട്, പക്ഷേ നല്ല രസമുള്ള പണിയാണ് സെയിം ടൈം. അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതാണ് പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഈ ഒരാൾക്ക് കോമ്പൻസേഷൻ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ അവരുടെ ജോബ്, അവർ ചെയ്യുന്ന പരിപാടി ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. ഇൻസെൻറ്റീവ്സ് കൊടുക്കണോ, ബോണസ് കൊടുക്കണോ, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് കൊടുക്കണോ. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് മീൻസ് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്, നമ്മുടെ സാലറി കൂടാതെ കൊടുക്കുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ലൈക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവർക്ക് അർഹതയുണ്ടാവും. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് എംപ്ലോയി ആയിട്ട് എവിടെയെങ്കിലും പോയി അവർ 11 മാസത്തിനൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, കോൺട്രാക്റ്റ് ഉണ്ടാക്കത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താ? 12 മാസം ഒരു എംപ്ലോയിനെ ഒരു കമ്പനി നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? ഈ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ എടുത്തിട്ടുണ്ടാവണമെന്ന് ലോ ഉണ്ട്. അപ്പോൾ ലോ അത് അവർക്ക് അർഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത ഈ പറഞ്ഞ പോലെ 11 മാസം കൊടുത്താൽ മതി ആരാ തീരുമാനിച്ചത്? HR മാനേജറാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ അവരുടെ ഒരു കാഴ്ചപ്പാട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ ഇൻ്റഗ്രേഷൻ, എംപ്ലോയി എൻഗേജ്മെൻറ്റ്. എംപ്ലോയി ഹാപ്പി ആണെന്നും എംപ്ലോയിക്ക് മോശമായ അനുഭവമൊന്നും ഉണ്ടാവുന്നില്ലെന്നും അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നേക്ക് പോകുന്നുണ്ടെന്നൊക്കെ ഉറപ്പാക്കേണ്ടതും ആരുടെ ജോലി തന്നെയാണ്? ഈ HR മാനേജറിൻ്റെ ജോലി തന്നെയാണ്. ഇനി എംപ്ലോയി റിലേഷൻഷിപ്പ് ഉറപ്പാക്കാൻ വേണ്ടി അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, അവരുടെ ഡിസിപ്ലിൻ ഉണ്ടെന്ന് ഉറപ്പാക്കുക, അവർക്കിടയിൽ ഒരു ഉത്തരമുണ്ടെന്ന് ഉറപ്പാക്കുക. എല്ലാം HR മാനേജ്മെൻറ്റിൽ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഓരോന്നായിട്ട് താഴോട്ട് നോക്കാം. ഞാനിത് പറയുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പ്ലാനിങ്, കൺട്രോളിങ്, HR റിസോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ പറഞ്ഞത് മൊത്തത്തിലാണ്. നമ്മളെ ചാർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ താഴോട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നമ്മളത് ഒന്നും കൂടെ പറയാൻ നിൽക്കുന്നില്ല. കണ്ടില്ലേ, റിക്രൂട്ട്മെൻ്റ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, പ്ലേസ്മെൻ്റ് ഉണ്ട്, ഇൻഡക്ഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ഉണ്ട്. അതൊക്കെ സ്റ്റെപ്സാണ്, ഓർക്കുക. പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവരുടെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നു, സ്റ്റഡി ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഒരു ടീച്ചർ നിങ്ങളുടെ പേപ്പർ നോക്കുന്നത് പോലെ എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ പെർഫോമൻസിന്, കമ്പനിയിലെ പെർഫോമൻസിന് അവർ ഇവാലുവേറ്റ് ചെയ്യും. ചിലർക്ക് ട്രെയിനിങ് കൊടുക്കും, ചിലർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകളിലേക്ക് വിടും, ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കും, വേറെ ചിലർക്ക് എന്ത് കൊടുക്കും? ഡിമോഷൻ കൊടുക്കും. ചിലർ അങ്ങനെ, അതാണ് അവിടെ HR തിരിച്ചറിയണം. ഇവൻ പ്രൊമോഷൻ കൊടുത്താൽ നന്നാവോ ഡിമോഷൻ കൊടുത്താൽ നന്നാവോ എന്ന് ആര് തിരിച്ചറിയണം? HR തിരിച്ചറിയണം. ചില ഒരു കാരണത്തിന് അടിയൊക്കെ കിട്ടിയാലേ നന്നാവത്തുള്ളൂ. അപ്പോൾ അവരെ കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ അവരെന്ത് ചെയ്യും? ഓക്കെ, എനിക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് വന്നു, ഇനി ഞാൻ നേരത്തെ ചെയ്ത തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് അവർ ചിന്തിക്കും. അങ്ങനെ ഉള്ളവനാണോ ഇവനെന്ന് ആര് തിരിച്ചറിയണം? HR മാനേജർ തിരിച്ചറിയണം. പിന്നെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. കോമ്പൻസേഷൻ മീൻസ് അവരുടെ ജോലിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റാണ്. ആ പേയ്മെൻറ്റ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഒന്ന് ഏറ്റവും ബേസിക് സാധനം എന്താണ്? അവർ ചെയ്യുന്ന ജോലിയുടെ നേച്ചർ. അതുകൊണ്ടാണ് ജോബിനെ ആദ്യം ഇവാലുവേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഈ ജോലിക്ക് ഇത്ര ശമ്പളം അർഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കണം. പിന്നെ അതിന് പുറമേ ഉള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? അവൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ ഒരു സെയിൽസിനാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു സാധാരണ ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെ? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം. കാര്യം അവരെന്താണ്, അവരുടെ സാലറി സാറ്റിസ്ഫൈഡ് ആവണമെന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ ജോലി തന്നെയാണ്, HR മാനേജറിൻ്റെ ജോലി തന്നെയാണ്. പിന്നെ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജർ ചോദിച്ചാൽ വേറെ ഒന്നും പഠിക്കാൻ നിൽക്കേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയാമെങ്കിൽ ഇതെല്ലാം അങ്ങ് നിരത്തി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഇതിനും നമുക്ക് ഉത്തരം എഴുതാം. ഇവിടെ അവർ വേറെ ഉത്തരം തന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് തന്നെ അല്ല, ഇതേ സാധനം തന്നെയാണ്. ഓക്കെ, ഇവിടെ കുറച്ചും കൂടി ഒരു നല്ല രസമുള്ളൊരു പരിപാടി വന്നിട്ടുണ്ട്. റോൾ ഓഫ് HR മാനേജറിനെ അവർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റോളെന്നും ഓപ്പറേഷൻ റോളെന്നും സ്ട്രാറ്റജിക് റോളെന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ചാൽ, ഒരു വാക്കുകൾ ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് റോളിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എന്താ, ആൾക്കാരെ ഹയർ ചെയ്യുന്ന ഒരു ബേസിക് സാധനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പേപ്പർ വർക്കും അതിന് ലീഗൽ കംപ്ലയിൻസ്, നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഉറപ്പാക്കേണ്ടത് HR ആണ്. ഓപ്പറേഷൻ മീൻസ് ആൾക്കാരെ മാനേജ് ചെയ്യുന്നു, ആൾക്കാരായിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ആ ഒരു ആക്ടിവിറ്റി, നമ്മുടെ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ്സിൽ HR-ൻ്റെ ഫങ്ഷൻ അതായിരിക്കും. പിന്നെ സ്ട്രാറ്റജിക് മീൻസ് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കുക, അങ്ങനത്തെ പരിപാടികൾ. അപ്പം 3 തലത്തിലായിട്ടാണ് പറയുന്നത്.
ഒന്ന് പേപ്പർ വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിയമപരമായിട്ട് ചെയ്യേണ്ട പേപ്പർ വർക്കുകൾ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ആൾക്കാരെ മാനേജ് ചെയ്യുന്ന ഒരു റിയൽ മാനേജിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, റിയൽ ലൈഫ് ആക്ടിവിറ്റി. മറ്റൊന്നാണ് പ്ലാനിങ്ങും ഡിസിഷൻസ് എടുക്കുന്നതാണ്. അപ്പോൾ 3 തലത്തിലാണ് എന്ന് പറയുന്നത് HR മാനേജറിൻ്റെ റോള് പറയുന്നത്. അതവർ പറയുന്നുണ്ട്, പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. ദെൻ ദ റോൾ ഓഫ് HR ഇത്രയും ഡീറ്റെയിൽ 7S മോഡൽ ഓഫ് മെക്കിൻസി അതിലേക്കൊന്നും പോകണമെന്ന് ഞാൻ പറയത്തില്ല. സത്യം പറഞ്ഞാൽ അത്യാവശ്യം ഇതുള്ള സാധനമാണ്, ഡെപ്തുള്ള സാധനമാണ്. അതിലേക്കൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. വീണ്ടും ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ഒരു തെറ്റുമില്ല, ബട്ട് സ്റ്റിൽ വേണമെങ്കിലൊന്ന് നോക്കാം. ഒരു ഇൻ്റലക്ച്വലായിട്ട് അയാൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ എന്താണ് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അയാളൊരു എഡ്യൂക്കേറ്ററെ പോലെ അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഒരാൾ പുതുതായിട്ട് വന്നൊരു എംപ്ലോയിക്കായിരുന്നാലും തെറ്റ് ചെയ്യുന്നവനായിരുന്നാലും നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ പോലെ ബിഹേവ് ചെയ്യണം. പിന്നെ ഡിസ്ക്രിമിനേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാവണം. ഇതൊക്കെ ഒരു സാധാരണ കാര്യങ്ങൾ നമുക്ക് കൈന്നിട്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് കാണാൻ പഠിക്കണം ഒരിക്കലും പറയത്തില്ല. എമർജൻസി റോള് ഒന്ന് നോക്കി. എമർജൻസി റോളും ഈ ചലഞ്ചസൊക്കെ ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂങ്കിൽ 20 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കും. അവിടെയാണ് കളി കിടക്കുന്നത്. അവിടെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ ഈ പഠിച്ചിട്ടുള്ള അയാളുടെ എന്തുണ്ട് ഫങ്ഷൻസ് ഉണ്ടല്ലേ, ഒരു HR മാനേജർ ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് അയാൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കണ്ടെത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ, അയാളുടെ ഒരു ഫങ്ഷനാണ് ഒരു പ്രത്യേക ജോബിൻ്റെ അനാലിസിസ് നടത്തുക. ആ ജോലിക്ക് എന്തൊക്കെ ശമ്പളം വേണം, എത്ര ശമ്പളം കൊടുക്കാം, എന്ത് ക്വാളിഫിക്കേഷനുള്ള ആൾ വേണമെന്ന് കണ്ടെത്തുക എന്നുള്ളത് അയാളുടെ ഫങ്ഷനാണ്. അവിടെ ആലോചിച്ച് നോക്കിയിടാ അതിൻ്റെ ചലഞ്ച് എന്താ. അവിടെ നമുക്ക് നിസ്സാര കാര്യമല്ല ഒരു കമ്പനിക്ക് എത്ര ശമ്പളം കൊടുക്കാൻ പറ്റണം എന്നുള്ളത്. അവിടെ 2 ചോദ്യങ്ങളുണ്ട് ശമ്പളം കൊടുക്കുന്നതിൻ്റെ അകത്ത്. ഒന്ന്, വരുന്നവൻ സാറ്റിസ്ഫൈഡ് ആകുമോ. 2, നമ്മുടെ കമ്പനിക്ക് അത്രയും കൊടുക്കാനുള്ള കെൽപ്പുണ്ടോ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ, ആ ഒരു പ്രത്യേക ജോബിന് എന്ത് വേണ്ടത്, ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആൾ മതി, ഇത്ര ശമ്പളം നമ്മൾ കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അകത്തും അതിൻ്റേതായ ചലഞ്ചസ് ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാണ്. ഡിസ്കസ് ദ ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ്. ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഓർക്കേണ്ട കാര്യം, ഫംഗ്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ സ്പെസിഫിക്കലി വിചാരിക്കുന്നത് എന്താണ്, പ്ലാനിങ്, ഓർഗനൈസിങ് പോലത്തെ പരിപാടികളാണ്. പിന്നെ ചലഞ്ചസ് ഞാൻ പറഞ്ഞില്ലേ, അതങ്ങനെ ക്വസ്റ്റ്യനായിട്ട് തന്നെ വരും. ഡിസ്ക്രൈബ് ദ ചലഞ്ചസ് ഫേസ് ബൈ HR മാനേജേഴ്സ് സൈറ്റിംഗ് എക്സാമ്പിൾസ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓരോന്നിനും എന്ത് കൊടുത്ത് എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ 20 മാർക്കിനുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ യൂണിറ്റ് 3യിലേക്ക് പോവാണ്. യൂണിറ്റ് 3യോട് കൂടി എന്ത് അവസാനിക്കും, നമ്മുടെ ഈ ബ്ലോക്ക് അവസാനിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ ടോപ്പിക്ക് നോക്കിയില്ലല്ലേ. എൻവയൺമെൻറ്റ് ആൻഡ് HR ഓക്കെ. ഓർഗനൈസേഷൻ എൻവയൺമെൻറ്റ് എന്താണ്, സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നൊരു സാധനമാണ്. ഇൻ്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, HR അനലിറ്റിക്സ്, 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, മൈ ഗോഡ്, അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്, നോക്കാം. ഓർഗനൈസേഷണൽ എൻവയൺമെൻറ്റ് ആൻഡ് HR. ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റ് എന്ന് വെച്ചാൽ, എൻവയൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പരിസരം എന്നല്ല, ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ പെട്ടെന്ന് വിചാരിക്കും സിഗരറ്റ് വിൽക്കുന്ന ഒരു കട എനിക്ക് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഓർഗനൈസേഷൻ സിഗരറ്റ് വിൽക്കുന്ന ഒരു കടയാണ്. എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സിഗരറ്റ് വിൽക്കുന്ന കട തുടങ്ങാൻ പറ്റത്തില്ല. അതിന് എന്ത് വേണം, നിയമപരമായിട്ട് ലൈസൻസ് വേണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേ വയ്ക്കാൻ പാടുള്ളൂ, ഇന്ന സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറയാം. അപ്പോൾ എൻ്റെ ആ ഓർഗനൈസേഷൻ, ഞാൻ തുടങ്ങണമെന്ന് വിചാരിച്ച ആ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കൺട്രോളിലുള്ളതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനാണ് ആ പറഞ്ഞ ഫാക്ടേഴ്സിൻ്റെ ടോട്ടാലിറ്റീനെയാണ് നമ്മളിവിടെ എന്തെന്ന് പറയുന്നത്, എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റ് മീൻസ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി ഓർഗനൈസേഷൻ. അതിനെ നമ്മൾ ബേസിക്കലി എക്സ്റ്റേണൽ എന്നും ഇൻറ്റേർണൽ എന്നും വേർതിരിക്കും. എക്സ്റ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവ. അതെ, അവിടെ എന്ത് സംഭവിക്കുന്നു ഞാൻ കൈകെട്ടി നോക്കി നിന്നേ പറ്റൂ. ഇൻറ്റേർണൽ അങ്ങനെയല്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇൻറ്റേർണൽ ഉദാഹരണം നോക്കി, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്താവണം, ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജി എന്താവണം, ഓർഗനൈസേഷൻ്റെ കൾച്ചർ എന്താവണം, ഞാൻ അവിടുത്തെ കോമ്പൻസേഷൻ എങ്ങനെ കൊടുക്കണം, എൻ്റെ യൂണിയൻ, എൻ്റെ ബിസിനസ്സിൻ്റെ അകത്ത്, എൻ്റെ ഓർഗനൈസേഷൻ്റെ അകത്ത് യൂണിയൻ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തണം, ഇതൊക്കെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് തീരുമാനിക്കാം. പക്ഷേ എനിക്ക് തീരുമാനിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗവൺമെൻറ് റെഗുലേഷൻ. HR-നകത്ത് നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത്. ഇപ്പം മിനിമം ശമ്പളം ഒരു മാസം 15,000 കൊടുക്കണമെന്ന് ഗവൺമെൻറ് റൂൾ പറഞ്ഞാൽ
വേണ്ട ഗവൺമെൻറ് 10,000 മതി എന്ന് പറയാനുള്ള അധികാരം എനിക്കുണ്ടോ? ഇല്ല. അതെന്താണ്, ഗവൺമെൻറ് എന്ത് പറയുന്നോ അതെനിക്കനുസരിച്ചേ പറ്റൂ. അതേപോലെ എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക മാന്ദ്യത വന്നു. അപ്പോൾ എൻ്റെ കമ്പനി, എൻ്റെ മുകളിലത്തെ മാനേജ്മെൻറ്റ് പറയുകയാണ് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഡീഷണൽ ഇൻസെൻറ്റീവ് ബോണസ് ഒന്നും കൊടുക്കണ്ട, നമ്മൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ്റെ നന്നാക്കാൻ എന്നെക്കൊണ്ട് പറ്റുമോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്താണ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടർ. പിന്നെ ടെക്നോളജിയിലുണ്ടാകുന്ന ചേഞ്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സർവീസ് കൊടുക്കുന്ന കമ്പനിയാണെന്ന് വിചാരിക്കുക, നമ്മുടെ ഇതേ സർവീസ് AI വെച്ച് വേറൊരു കമ്പനിക്കാരും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ജനങ്ങളെ നിങ്ങൾ ആരും AI ഉപയോഗിക്കരുതെന്ന് എനിക്ക് ആരെങ്കിലും അടുത്ത് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഞാൻ AIക്ക് മാറിയില്ലെങ്കിൽ എൻ്റെ ബിസിനസ് തളർന്നു പോകും, ഒരു സംശയവുമില്ല. അതുപോലുള്ള ഫാക്ടേഴ്സ് ഞാൻ എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴോട്ട് പറയുന്നുണ്ട്, നോക്കുക. സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ് ബുൾ കമ്പനിയുടെ ഒരു കഥയുണ്ട്. ഈ സോഷ്യൽ ഫാക്ടർ പറയുമ്പോൾ വർഷങ്ങളായിട്ട് ടീച്ചേഴ്സ് പറയുന്നൊരു കഥയാണ്. റെഡ് ബുൾ കമ്പനി ആഫ്രിക്കയിൽ അവരുടെ ബിസിനസ് തുടങ്ങാൻ പോയപ്പോൾ എന്താണ് അവരുടെ പരസ്യവാചകമുണ്ട്, ഇറ്റ് ഗീവ്സ് യു വിങ്സ് എന്നും പറഞ്ഞുണ്ട്. ഈ സാധനം അവരുടെ ഒരു സോഷ്യൽ കോൺസെപ്റ്റിൽ തെറ്റാണ്. ഒരിക്കലും ഒരു മനുഷ്യന് ചിറക് വരില്ലെന്ന്, അങ്ങനെ എന്തോ ഒരു സാധനമാണ് അവർക്ക്, കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല, എന്തോ കാരണം കൊണ്ട് ആഫ്രിക്കക്കാർ പറഞ്ഞ് അങ്ങനെ ഒരു സാധനം നമുക്കിവിടെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് കുടിച്ചാൽ വിങ്സ് വരുമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി വിട്ടു. അപ്പോൾ ആഫ്രിക്കയിൽ റെഡ് ബുൾ സ്ഥാപിക്കാൻ പറ്റാതെ പോയൊരു കഥയുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇതൊന്നും നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. വെളിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല ഫാക്ടേഴ്സും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും ഫ്രം ദ സൈഡ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. പിന്നെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ട്, നമ്മളെ ബിസിനസ്സിൽ എന്ത് കോമ്പൻസേഷൻ കൊടുക്കണം, എംപ്ലോയി റിലേഷൻ എങ്ങനെയായിരിക്കണം, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അവിടെ നിന്ന് നമ്മൾ പോകുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലേക്കാണ്. സ്ട്രാറ്റജി എന്ന പേര് കേൾക്കുമ്പോഴേ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അതിനകത്തുണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്തായിരിക്കും, അവിടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്ലാനിങ്ങും അവർക്ക് വേണ്ട ഡിസിഷൻസ് എടുക്കുന്നതുമായ പ്രോസസ്സിനെയാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടും, ഓർഗനൈസേഷൻ ഏതാണെന്ന് മനസ്സിലാക്കുക, ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ അനാലിസിസ് നടത്താതെ ഈ സോട്ട് അനാലിസിസ് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്തൊക്കെയാണ് ഓരോ ഇതിൻ്റെ. പെസ്റ്റൽ അനാലിസിസ് ഉണ്ട്. പെസ്റ്റൽ കുറച്ചും കൂടെ ഒരു ഡെവലപ്ഡ് സാധനമാണ്. ഈ പറഞ്ഞ പോലെ എന്താണ്, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എങ്ങനെയാണ് ഒരു ബിസിനസ്സിൻ്റെ, എക്കണോമിക് സിറ്റുവേഷൻ, സോഷ്യൽ, ടെക്നോളജിക്കൽ, എൻവയോൺമെൻറ്റൽ ഇതൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളൊരു അനാലിസിസാണ്. ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പനിക്ക് വേണ്ടി സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്തതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിനെ ഇവാലുവേറ്റ് ചെയ്യും. മാറ്റണോ വേണ്ടോ, തന്നെ തുടരാമോ എന്ന് ഒരു ഇവാലുവേഷൻ നടത്തും. അതൊരു സ്റ്റെപ്പായിട്ട് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ഈ ഒരു 5 പോയിൻ്റ് സ്റ്റെപ്പായിട്ട് മനസ്സിലുണ്ടാവട്ടെ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നതാണ്. തിയറീസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടത് നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ നോക്കാം. ഇൻ്റർനാഷണൽ ഇത് വെറുതെയാണോ, അല്ലാതെ ഇതിനൊന്നും വലിയൊരു സംഭവമില്ല. MNCകൾ വരുന്നു, MNCക്കകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത്, അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. ഈ പറയുന്ന എല്ലാ സാധാരണ കാര്യങ്ങൾ തന്നെയാണ് ഇവർ വീണ്ടും പറഞ്ഞു പോകുന്നത്. ഹെഡിങ് മാത്രമേ മാറുന്നുള്ളൂ. ഇഷ്യൂസ് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ്, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതാണ്, അറിഞ്ഞില്ലേ. ആ ഒരു നമുക്ക് വെറുതെ ഒരു തേക്കാൻ വേണ്ടി തന്നേക്കുന്നതാണ്. അതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നു. സെയിം ടൈം പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് പറയുന്നു. ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് കൊണ്ടല്ല, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കാണാതെ പഠിച്ച് എഴുതാൻ നിങ്ങൾ നിൽക്കരുത്. ഒരു കൃത്യം പോയിൻ്റൊന്നുമില്ല, എല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഇനി HR അനലിറ്റിക്സ്. എന്താണ് HR അനലിറ്റിക്സ് എന്ന് പറയുന്നത്? ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നല്ലോ, അതിൻ്റെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ഇവരെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കൊണ്ട് പല കാര്യങ്ങളും നമ്മളെന്താണ് ബിസിനസ് റിലേറ്റഡ്, ഒരു ബിസിനസ്സിന് ഇത്രയും സെയിൽ നടക്കുന്നു, ഇനി അടുത്ത വരുന്ന സെയിൽസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും കസ്റ്റമേഴ്സ് വന്നു പോകുന്നു, അവർക്ക് ഇനി എത്ര കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഇതേപോലെ പറയുന്നുണ്ട്, HR-ൻ്റെ കാര്യത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നുണ്ട്. ഇപ്പോൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഇങ്ങനെയാണ് പറയുന്നത്. അതായത് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു പുതിയ എംപ്ലോയിനെ, ഇപ്പോൾ എൻ്റെ കമ്പനിയിലേക്ക് ഞാനൊരു പുതിയ എംപ്ലോയിനെ ഹയർ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു പുതിയ എംപ്ലോയിനെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കുണ്ടാവുന്ന ചിലവെന്ന് പറയുന്നത് എൻ്റെ ഒരു പഴയ എംപ്ലോയിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉണ്ടാകുന്ന ചിലവിൻ്റെ 5 ഇരട്ടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. വർഷങ്ങളായിട്ട് പുതിയ എംപ്ലോയിനെ എടുക്കുന്നവരും പഴയ എംപ്ലോയിനെ പിടിച്ചു നിർത്തുന്നവർക്കും ഉണ്ടാകുന്ന ചിലവുകളുണ്ടല്ലോ, പല വർഷങ്ങളിലെ ചിലവെടുത്തിട്ട് അതിൻ്റെ ഒരു ആവറേജ് എടുത്തിട്ടാണ് അവർ ഈ കണക്ക് പറയുന്നത്. 5 ഇരട്ടിയോളം വരും എന്താണ് പുതിയ ഒരാളെ ഹയർ ചെയ്യാൻ എന്നുള്ളത്.
അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലായത്? ഈ HR-ൻ്റെ അകത്ത് അനലിറ്റിക്സ് എന്ന് പറയുന്ന ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്തപ്പോഴാണ്. അപ്പോൾ അവർക്ക് അവിടെ മനസ്സിലായില്ലേ, ഇതാണ് ആ HR അനലിറ്റിക്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഒരു കമ്പനിക്ക് മനസ്സിലായി എന്താണ്, അവരൊരു പുതിയ ഒരാളെ ഹയർ ചെയ്യുന്നത് പഴയ ഒരാളെ പിടിച്ചു നിർത്തുന്നതിനേക്കാളും 5 ഇരട്ടി ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് എന്തിൽ ഫോക്കസ് ചെയ്യാം? പുതിയ ഒരാളെ ഹയർ ചെയ്യുന്നതിനേക്കാളും പഴയ ഒരാളെ പിടിച്ചു നിർത്തുന്നതിൽ ഫോക്കസ് ചെയ്യാമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതുപോലെ പല തീരുമാനങ്ങൾ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിസിലാണ്. ഇതുപോലെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്, ഞാൻ ബിസിനസ് അനലിറ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ കണ്ടൊരു കഥ പറയാം. ആൾക്കാർക്ക് പല ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട് ഒരു കമ്പനി. അതായത് ഈ ഫ്രീ ആയിട്ട് അവർ ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇൻസെൻറ്റീവ് ഇത്ര സെയിൽ നടത്തിയാൽ ഇത്ര ഇൻസെൻറ്റീവ് കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നു. എന്നിട്ട് ഈ കമ്പനി എന്ത് അനലിറ്റിക്സ് ചെയ്യുന്ന അറിയാമോ? എക്സൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവർ അനലൈസ് ചെയ്ത് നോക്കുന്ന കാര്യം, ഇതിൽ ഏതിലാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടിയത്. ഇത് ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോ ലെവലിലാണ്. ചിലർക്ക് കൂടുതൽ പൈസ ഫോൺ റീചാർജ് ചെയ്യാൻ കിട്ടും, വേറെ ചിലർക്ക് ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടി, വേറെ ചിലർക്ക് വേറെ മറ്റ് സൗകര്യങ്ങൾ കൂടുതൽ കിട്ടി. ഇത് ഏത് കിട്ടുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നത്, ആൾക്കാർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്നത്, നമ്മുടെ എംപ്ലോയീസ്. അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻസെൻറ്റീവിനേക്കാൾ കൂടുതൽ കിട്ടിയത് എന്തോ ഈ ഫോൺ കോൾ ചെയ്യാനുള്ള പൈസ കൊടുത്തപ്പോഴാണ് അവർ പ്രൊഡക്ടിവിറ്റി കൂടിയത്. അപ്പം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? HR-ന് എന്ത് തീരുമാനിക്കാൻ പറ്റും? എങ്കിൽ ഈ ഫോൺ ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കുന്ന പരിപാടി കുറച്ചും കൂടെ ഡെപ്തിൽ ചെയ്യാം, ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് വലിയ എഫക്റ്റീവ് അല്ല, അതൊന്ന് മാറ്റി ചിന്തിക്കാം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന പഴയ ഡേറ്റേനെ എടുത്തു വെച്ച്, പണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളുടെ ഡേറ്റ എടുത്തു വെച്ച് അനലൈസ് ചെയ്യുമ്പോഴാണ്, അതിനാണ് HR അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഫേസ് 1 ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് മീൻസ് സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു, പിന്നെ കോറിലേഷൻ കണ്ടുപിടിക്കുന്നു. ഒന്നിലുണ്ടാകുന്ന ചേഞ്ച് മറ്റതിലെന്ത് ചേഞ്ച് ഉണ്ടാക്കുന്നു, ഒരു വേരിയബിളിനെ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേ വേരിയബിളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ കണ്ടെത്തുന്നത്. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സെയിൽസ് അല്ലെങ്കിൽ ഈ കോൾ ചെയ്യാനുള്ള പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 1 രൂപ ഞാൻ ഇവിടെ കോൾ ചെയ്യാൻ വേണ്ടി കൊടുത്താൽ 10 രൂപയുടെ സെയിൽസ് അധികം നടക്കുന്നു. അപ്പോൾ എനിക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം? ഞാൻ 100 രൂപയുടെ കോൾ അധികം ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്നു, അപ്പോൾ എനിക്കൊരു 1000 രൂപയുടെ സെയിൽ അധികമായിട്ട് നടക്കുമെന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇതാണ് HR അനലിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കൈ നീട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ദ ന്യൂജൻ. HR-ൻ്റെ അകത്തുള്ള ന്യൂജൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട 1-2 വാക്കുകൾ അവിടെ കിടപ്പുണ്ട്. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, IoT, 3D പ്രിൻറ്റിങ് തുടങ്ങിയ കാര്യങ്ങളും HR-ഉം തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷനും HR-ഉം തമ്മിൽ ബന്ധങ്ങൾ ചോദിച്ചാൽ ഈ വാക്കുകൾ ഉദ്ധരിക്കാൻ വിട്ടുപോകരുത്. ഇതൊന്ന് മെൻഷൻ ചെയ്തിട്ടേ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിൽ ലിസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ 4th HR 4.0, ഓക്കെ, അതാണ് പറയുന്നത്. 4th ജനറേഷൻ ഓഫ് HR മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെയൊക്കെ ഇൻപുട്ടുണ്ട്. AI വരുന്നു. AI എന്തിനാ? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ റിലവൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഇപ്പോൾ എല്ലാവരും പറയും എന്താണ്, ATS ഫ്രണ്ട്ലി റെസ്യൂമേ ചെയ്യണം. നിങ്ങൾ ഒരുപാടിടത്ത് കേട്ടിട്ടുണ്ട്. പഴയതുപോലെ മറ്റേ ചായം വാരി പൂശിയ റെസ്യൂമേ അല്ല വേണ്ടത്, ATS ഫ്രണ്ട്ലി റെസ്യൂമേ വേണമെന്ന് എല്ലാവരും പറയുന്നത്. എന്താണ് ATS എന്ന് പറഞ്ഞാൽ? ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ATS സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആരുടെ കയ്യിലുണ്ട്? HR-കളുടെ കയ്യിലുണ്ട്. നിങ്ങളൊരു കമ്പനിക്ക് മെയിലായിട്ട് നിങ്ങളുടെ റെസ്യൂമേ അയച്ച് കൊടുക്കുമ്പോൾ ഒരു മനുഷ്യനല്ല ഇത് കുത്തിയിരുന്ന് വായിക്കുന്നത്. പകരം എന്ത് ചെയ്യും? ഒരു സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ റെസ്യൂമേ അനലൈസ് ചെയ്യുന്നത്. ഒരു AI സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയർ എന്ത് പറഞ്ഞു തരും? ഇയാൾ ഇന്ന ജോലിക്ക് ആപ്റ്റാണോ അല്ലയോ എന്ന് പറഞ്ഞുതരും. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ഇൻഫാക്റ്റ്, ബട്ട് സ്റ്റിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് കമ്പനികൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലെ പല രീതിയിലും ഈ പറഞ്ഞ ന്യൂ ജനറേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? HR-ൻ്റെ അകത്ത് യൂട്ടിലൈസ് ആകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊന്നും നിങ്ങളിപ്പോൾ കാണാതെ പഠിക്കാൻ നിൽക്കില്ലേ പിള്ളേരെ? നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സ്വന്തമായിട്ട് കൈ നിറയാനുള്ള വായിച്ച് നോക്കുക. ഒരിക്കൽ വായിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിൻ്റെ അത്ര സാധനം വേണം. കുറച്ചും കൂടെ നല്ലൊരു പരിപാടി എന്താണെന്നറിയോ? നിങ്ങളുടെ ഗൂഗിളിൽ കയറിയിട്ട് ഗൂഗിൾ ബാർഡിനോടോ ChatGPT-യോടോ ഒന്നും പറയാൻ പറയും. വളരെ സിമ്പിളായ ലാംഗ്വേജിൽ AI HR-ൻ്റെ അകത്ത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ChatGPT-നോടൊന്ന് ചോദിക്കുക. പുള്ളി കുറച്ചും കൂടെ നല്ല രസമായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ അകത്തുള്ള സംഭവം. നമുക്ക് ഇതാണെന്താണെന്ന് നോക്കാം. സെൽഫ് അസസ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാണ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർഗനൈസേഷണൽ എൻവയൺമെൻറ്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ ഫാക്ടറും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടറും ഉണ്ട്. വാട്ട് ഈസ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്? ഡിസ്കസ് ഫ്യൂ തിയറീസ് നിങ്ങൾ വേണമെങ്കിൽ നോക്കുക. എനിക്ക് അത് ചോദിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നില്ല. ഐ ഡോണ്ട് നോ വൈ.
അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സാധനമല്ല. ബട്ട് സ്റ്റിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. എനിക്കറിയത്തില്ല, വരാം. ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ HRM. ഇൻ്റർനാഷണൽ HRM എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കേണ്ട. HRM തന്നെയാണ്. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ ആകുമ്പോൾ എന്ത് ചെയ്യും, 2 രാജ്യങ്ങളുടെ കടന്നു പോവേണ്ടി വരും. ഇപ്പോൾ അമേരിക്കൻ കമ്പനി ഇന്ത്യയിൽ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യയിലെ നിയമങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എംപ്ലോയീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ പല കമ്പനികൾ ഇന്ത്യക്കാരെ ചോർത്തിക്കൊണ്ട് പോകുന്നത്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒന്ന് ക്രിയേറ്റീവായിട്ട് ആലോചിച്ച് എഴുതാൻ മനസ്സിലുണ്ടാവണം. ഓക്കെ. വാട്ട് ഈസ് ഇമ്പാക്ട് ഓഫ് 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? എന്തൊക്കെ എഴുതണം? റോബോട്ടിക്സ് വന്നു. ഒരിക്കലും വിട്ടുപോകരുത് എയുടെ കാര്യം. എയിനെ കുറിച്ചൊരു കവിത തന്നെ എഴുതി വെച്ചേക്കണം. പിന്നെ IoT വന്നു. IoT മീൻസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അതിൻ്റെയൊക്കെ റെലവൻസ് ഞാൻ പറഞ്ഞ പോലെ എന്താ ChatGPT ചോദിച്ചു നോക്കാം. കുറേ നല്ല രസമുള്ള പോയിൻറ്റ്സ് കിട്ടും. എക്സ്പ്ലെയിൻ ഹൗ ഈസ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഗോയിങ് ടു ഇവോൾവ് ന്യൂ HR ഫ്രം സൈറ്റേഷൻ. എക്സാമ്പിൾ കൊടുക്കാമെന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ത് കൊടുക്കാം? ATS ഫ്രണ്ട്ലി സോഫ്റ്റ്വെയർസ്. ഓക്കെ, ATS സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊന്ന് നോക്കാം. കീവേഡുകൾ സെർച്ച് ചെയ്യുന്ന, റെസ്യൂമിക്ക് എന്ത് കീവേഡ് സെർച്ച് ചെയ്ത ആൾക്കാർ എടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൻ്റെ ഇത്രയേ ഉള്ളൂ പറയാൻ. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും. ഫസ്റ്റ് ബ്ലോക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.